ഹായ് എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ സ്കൂൾ വിട്ട് വന്ന് ഫ്രഷ് ആയിട്ടേ ഉള്ളൂ. ടുമോറോ ഇസ് മൈ മാത്സ് എക്സാം. ഇന്ന് ലാംഗ്വേജ് എക്സാം ആയിരുന്നു. സോ ഈ വീഡിയോയിൽ ഞാൻ മാത്സ് എക്സാമിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഞാൻ മുന്നേ കഴിഞ്ഞ എക്സാമിൻ്റെ റിവ്യൂ അങ്ങനൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഒരു വ്ളോഗ്, എക്സാം ഡേ എങ്ങനെയായിരിക്കും എൻ്റെ വ്ളോഗ് അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. എൻ്റെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ പറയാനില്ല. അല്ലാതെ എന്താ പറയുക, റിവ്യൂ ഒന്നും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ടൈം 7 മണി ആയിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്. സൂപ്പർ 60 സോറി. അപ്പോൾ എനിക്കതിപ്പോൾ കാണണം. അത് കഴിയുന്നവരെ ഞാൻ കാണുമായിരിക്കും. പിന്നെ ഒരു മോർണിംഗ് റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ ഞാൻ ഓൾറെഡി ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. റിവിഷൻ ചെയ്യേണ്ട ആവശ്യമാണുള്ളത്. അപ്പോൾ റിവിഷൻ ഞാൻ ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഓൾറെഡി ചെയ്യണമായിരുന്നു. എന്നാൽ അത്രേ പഠിച്ചിട്ടുള്ളൂ. റിവിഷൻ ചെയ്തിട്ടില്ല. സോ റിവിഷൻ ചെയ്യും ഈ ഒരു ലൈവിലും കൂടി ആയിട്ട്. സോ ലെറ്റ്സ് സീ. So once again, hello everyone, welcome back to our channel. ഇന്നത്തെ വീഡിയോ ആക്ച്വലി എൻ്റെ ഒരു ഓണം എക്സാം പ്രിപ്പറേഷൻ വീഡിയോ ആണ്, മാത്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഐ വിൽ ബി കണ്ടിന്യൂയിങ് ദിസ് വീഡിയോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതത്ര ലെങ്ത്തും ഉണ്ടാവില്ല, ജസ്റ്റ് പഠിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് പ്ലീസ് ടെൽ മീ. അപ്പോൾ ഞാൻ രാത്രി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സൈലത്തിൻ്റെ ലൈവാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഞാൻ അധികം സ്കിപ്പ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അത് ലാസ്റ്റ് എനിക്കൊരു പ്രശ്നമായി വരുന്നുമുണ്ട്. സോ അങ്ങനെ ഞാൻ എന്നിട്ട് അത്യാവശ്യം ക്ലാസ് കണ്ടു. ചിലതൊക്കെ സ്കിപ്പ് ചെയ്തു, ചിലതൊക്കെ കണ്ടു. അങ്ങനെ ഒരു 9 സംതിങ് വരെയാണ് ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നത്. ബാക്കി പിറ്റേ ദിവസമാണ് എഴുന്നേറ്റിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം ഞാൻ 6:20 സംതിങ് ആകുമ്പോൾ എണീറ്റു. സ്റ്റാർട്ട് ചെയ്തു സ്റ്റഡി. ഒരു 6 o'clock എണീറ്റിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ്. ഞാൻ എന്താ ചെയ്തത്, നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 5 ചാപ്റ്റേഴ്സും ഞാൻ എൻ്റെ നോട്ടിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം ഉച്ചയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം രാവിലെ ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് റിവിഷൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആലോചിക്കാൻ, രാവിലെയാണ് ഞാൻ റിവിഷൻ ചെയ്യുന്നത്. നമ്മൾ തലേദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ക്ലാസ് കണ്ടു, അതിൽ നിന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് രാത്രിയിലത്തെ ക്ലാസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് കണ്ടു. അതിന് ശേഷമാണ് ഞാൻ റിവിഷന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 ചാപ്റ്റേഴ്സിൻ്റെ ഫുൾ കംപ്ലീറ്റ് റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? മാത്സ് എക്സാം ഈസി ആയിരുന്നോ ടഫ് ആയിരുന്നോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഒന്നും പറയുന്നില്ല. സംബന്ധിച്ച് ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എഴുതാൻ പറ്റിയില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ റിവ്യൂ അങ്ങനെയൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതാണ് കേട്ടോ. ഞാൻ ടാബിൽ ഇങ്ങനെ എഴുതി, ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആൻസർ ഇങ്ങനെ ടാബിൽ എഴുതിയിട്ട് അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് വർത്ത് ഇറ്റ് അറ്റ് ഓൾ. ഞാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ദ മെയിൻ തിങ് ദാറ്റ് ഈസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് അത്ര വിഷമം ഉണ്ടെങ്കിലും അത്ര വലിയ വിഷമമില്ല. ആൻഡ് ഇനിയും ഇതേപോലെ ഞാൻ ബാക്കിയുള്ള സബ്ജക്ട്സ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങളെ കമൻറ്റിൻ്റെ റെസ്പോൺസ് പോലെയാണ് എടുക്കണോ വേണ്ടിയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ടാവുക. അത്യാവശ്യം ഓൾറെഡി എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് റിവിഷൻ്റെ ആവശ്യം മാത്രമേ എനിക്കുള്ളതെന്ന് തോന്നി. പക്ഷേ ഐ തോട്ട് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ കുഡൻറ്റ്. അതാണ് ഗ്യാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്കും നമുക്ക് ചെയ്യാനും കുറേ പറ്റില്ല. ഇനിയിപ്പോൾ ഫിസിക്സിനാണ് ഒരു ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ടാബിൽ ചാർജ് തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അടുത്ത് ചോക്കും ഉണ്ട്, ഇവിടെ ഒരു വാതിലും ഉണ്ട്, അപ്പോൾ വാതിൽ എഴുതാമെന്ന്. അല്ലാതെ ബോർഡൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തുണി കൊണ്ട് വേഗം തുടച്ചാൽ പോവുകയും ചെയ്യും, വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ കുറേ എഴുതി പഠിച്ചു. ഭാഗ്യത്തിന് ആ വാതിലിൽ എഴുതി പഠിച്ചതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല വൃത്തിക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വളരെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റിലേക്ക്. ബട്ട് സ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക്. ആൻഡ് ദാറ്റ്സ് വാട്ട് മൈ പ്രിപ്പറേഷൻസ്. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ കൂടുതൽ എഴുതി പഠിക്കുമ്പോഴാണ് ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് കണ്ട സ്ഥലത്തൊക്കെ ഞാൻ എഴുതി കളിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ ഇൻ ദ വീഡിയോ. Till then, bye bye.